എന്നോട് 100 ചോദിച്ചു 100 ചോദിച്ചു എന്ന് പറഞ്ഞിങ്ങനെ പാടി നടക്കും. പുരുഷൻ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല സ്ത്രീ മേധാവിത്വമല്ല ഫെമിനിസം എന്നുള്ളത്. അവർ മറ്റൊരാൾക്കാരെ അവർ ഇല്ലാത്ത കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് അവർ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക. നമസ്കാരം. എന്നോടൊപ്പം ഇന്ന് സ്റ്റുഡിയോയിലുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട വെള്ളിയോടനാണ്. വെള്ളിയോടൻ മലയാളം, തമിഴ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, പിന്നെ മറ്റേതൊക്കെ ഭാഷ? അറബിയിലുണ്ട്. അറബി, ഓക്കെ, കന്നഡ. അപ്പം ഈ ഭാഷകളിലെല്ലാം വെള്ളിയോടൻ്റെ പുസ്തകങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഒരു വ്യക്തിയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. പിര ശരിക്കും ഒരു രാഷ്ട്രീയ ചുറ്റുപാടല്ലേ അതിൽ വിളിച്ചു പറയുന്നത്? പിര എന്ന് പറയുന്നത് ആ ഒരു കഥ തീർച്ചയായിട്ടും ഒരു 100 വർഷം മുന്നേയുള്ള കേരളത്തിലെ ഒരു രാഷ്ട്രീയ ചുറ്റുപാട് തന്നെയായിരുന്നു. ഒന്ന്, അതിനകത്ത് അയിത്തമുണ്ടായിരുന്നു. ദളിത് സമൂഹത്തോട് അന്നത്തെ മേധാവിത്വ സമൂഹങ്ങൾ പുലർത്തിപ്പോകുന്ന ഒരു നിലപാടുണ്ടായിരുന്നു. ആ നിലപാടിനെതിരെയുള്ളൊരു പോരാട്ടമായിരുന്നു. പിന്നീട് ഒരാൾ ചെയ്യാത്ത കുറ്റത്തിന് അയാൾ ആരോപിക്കപ്പെടുകയും അതിനുശേഷം അയാൾ അതിൻ്റേതായ ക്രൂര അനുഭവങ്ങൾ അയാൾ ഉണ്ടാവുകയും അയാൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. പിന്നീട് അയാളുടെ മകള് ആ തെറ്റിലേക്ക് ഇവരെന്താണോ കുറ്റങ്ങൾ അയാൾ ആരോപിച്ചത് ആ കുറ്റം സ്വയം ഏറ്റെടുത്തുകൊണ്ട് അവരോട് പ്രതികാരം ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് പാറു എന്ന കഥാപാത്രം മാറുന്നത്. സ്വന്തം അച്ഛനെ അയാൾ ഒരിക്കലും ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിലാണ് ആ സമൂഹം വന്ന് ആരോപിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തത്. ആ കുറ്റം അത് കുറ്റമാണെങ്കിൽ അത് ഞാൻ സധൈര്യം ഏറ്റെടുക്കുന്നു എന്ന രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് അവരെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കഥാപാത്രമാണ് ശരിക്കും പാറു എന്ന് പറയുന്നത്. സ്ത്രീ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഒരു താഴ്ന്നു നിൽക്കേണ്ടവരല്ല, അല്ലെങ്കിൽ പുരുഷൻ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല സ്ത്രീ മേധാവിത്വമല്ല ഫെമിനിസം എന്നുള്ളത്. മറിച്ച് പുരുഷനോടൊപ്പമോ അല്ലെങ്കിൽ പുരുഷനേക്കാളും ഉയർന്നതോ ആയിട്ടുള്ള ജീവിത സാഹചര്യത്തിലും സാമൂഹികപരമായ സാഹചര്യത്തിലും സ്ത്രീ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു ഫെമിനിസം എന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ആ തരത്തിൽ അതൊരു സ്ത്രീപക്ഷ കഥയാണ് ഒരു പിര എന്നുള്ളത്. പാറു എന്ന് പറയുന്നത് ധീരയായിട്ടുള്ളൊരു കഥാപാത്രമാണ്. സ്ത്രീകൾ ഒരിക്കലും അബലയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആ സുധീരമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം ഉണ്ട് ആ കഥയിൽ എന്നിവിടെ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ആ ഒരു കഥ രൂപപ്പെട്ടത്. പിന്നെ ഈ ഓരോ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സാമൂഹികമായി നമുക്കുണ്ടാകുന്ന എന്താണ്, ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പം നമ്മൾ തെറ്റ് ചെയ്തില്ലേ എന്നല്ലല്ല, ഫസ്റ്റിലെ നമ്മളെ ക്രൂശിക്കാനുള്ളൊരു ടെൻഡൻസി ഈ സോഷ്യൽ മീഡിയ സമൂഹത്തിലുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ നമുക്ക് സോഷ്യൽ മീഡിയ ആണെങ്കിലും നമ്മൾ എന്ത് ആരോപിക്കുമ്പോഴും അത് വസ്തുതാപരമായി ശരിയായിരിക്കണം എന്നൊരു ബോധം നമ്മുടെ ഉള്ളിൽ ഒരു എത്തിക്കൽ ബോധം നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ ആ വസ്തുതാപരമായി ശരിയല്ലാത്ത കാര്യങ്ങളെ മറ്റൊരാളുടെ പേരിൽ നമ്മൾ ആരോപിക്കില്ല. മറിച്ച് ആ നൈതിക ബോധം നമ്മളിലില്ല എങ്കിൽ നമ്മളതിങ്ങനെ ആരോപിച്ചുകൊണ്ടിരിക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം അവനവന് ഉയർന്നുകൊണ്ടിരിക്കുക, അത് മറ്റൊരാളെ ചവിട്ടി താഴ്ത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളെ മുറിവേൽപ്പിച്ചിട്ടോ മറ്റൊരാളെ അപമാനിച്ചിട്ടോ ആയാലും ശരി, എനിക്ക് അറ്റൻഷൻ കിട്ടുക. അറ്റൻഷൻ സിൻഡ്രോം എന്ന് പറയുന്ന കാര്യം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന ഒരു മേഖലയാണ് ശരിക്കും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ സത്യാസത്യങ്ങളെ നമ്മൾ അന്വേഷിക്കുന്നില്ല. അവരെന്താണോ പറയുന്നത് അപ്പം തന്നെ എന്ന രീതിയിലേക്ക് നോക്കുന്നു. മറിച്ച് എനിക്ക് വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഏത് രീതിയിലും എന്നെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഭയങ്കരമാണെന്ന രീതിയിൽ ഇടാൻ പറ്റും. പക്ഷേ ഞാൻ ഏറ്റവും മോശക്കാരനായിട്ട് ചിലപ്പോൾ ജീവിക്കും. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യർ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഒരു നല്ല മനുഷ്യരായിട്ട് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യും. എന്ന് മാത്രമല്ല അവർ മറ്റൊരാൾക്കാരെ അവർ ഇല്ലാത്ത കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് അവർ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ കുറച്ച് വാക്കുകൾ എഴുതിയിട്ടിട്ട് വളരെ ലോ ലെവലായിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചിട്ടിട്ട് മറ്റുള്ളവരെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. നെഗറ്റീവ് നിങ്ങൾ എത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ഇട്ടോ അത്രത്തോളം റീച്ച് കിട്ടും. അതേ സ്ഥാനത്ത് ഒരു നന്മ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടോക്കൂ, നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇട്ടോക്കൂ, അത് വളരെ കുറച്ച് ആൾക്കാരെ ശ്രദ്ധിക്കുള്ളൂ. അപ്പോൾ ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അത് നമ്മളെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമ്മളെ പ്രശ്നം ആ ഒരു വ്യക്തിയെ പ്രശ്നം FBയിലിട്ടു അല്ലെങ്കിൽ ഇൻസ്റ്റയിലിട്ടു, ഉടനെ തന്നെ കൂടെയുണ്ട് അല്ലെങ്കിൽ ഒപ്പം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പോസ്റ്റ് ഇടും. പക്ഷെ ആ വ്യക്തിക്ക് എന്താണ് പ്രശ്നം എന്ന് അന്വേഷിക്കാൻ നമ്മൾ പോവില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന അനുഭവം ഞാൻ പറയാം. ഒരു വ്യക്തി ഷാർജയിൽ നിന്ന് ഒരു സോഷ്യൽ മീഡിയനകത്ത് ഒരു വിഷയം ഇട്ടു. അവരുടെ കുടുംബപരമായിട്ടുള്ള വിഷയത്തിനകത്തിൻ്റെ പേരിൽ ഭർത്താവ് വല്ലാതെ ബുദ്ധിമുട്ടി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ പോവാണ്. ആ ഇട്ടപ്പോൾ എല്ലാവരും ഒപ്പം കൂടെ എന്ന് പറഞ്ഞാൽ ഇടുന്നുള്ളൂ. ആരും ഇവർ അന്വേഷിക്കില്ല. ആ ബിൽഡിങ്ങിന്റെ തൊട്ടപ്പുറത്തെ ബിൽഡിംഗ് താമസിക്കുന്നവർ പോലും കമന്റ് കൂടെ ഉണ്ടെന്ന്. കുറച്ച് ദൂരെയുള്ള
ഞാൻ ഈ വാർത്ത കാണുമ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ കയ്യിൽ അവരുടെ നമ്പറില്ല. ഞാൻ ഉടനെ എൻ്റെ മറ്റൊരാളെ വിളിച്ചു, സുഹൃത്തിനെ വിളിച്ചു, ഇവരുടെ നമ്പർ കളക്ട് ചെയ്തു. ഞാൻ എൻ്റെ ഓഫീസിലെ ജോലിക്കിടയിൽ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു വലിയൊരു ബുദ്ധിമുട്ട് നേരിട്ട് കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ആദ്യം അവിടെ എത്തിച്ചേരുന്നത് ഞാനാണ്. മറ്റാരും എത്തിച്ചേരുന്നില്ല. എല്ലാവരും നൂറുകണക്കിന് ആൾക്കാർ കമൻ്റ് ഉണ്ട്, അതിന് തൊട്ടടുത്തുള്ള ആൾക്കാരും. ഇതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത്. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഫിസിക്കലി അല്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിലാണ് നമുക്ക് സഹായം ആവശ്യമുള്ളത്, ആ സഹായം കൊണ്ട് നമുക്ക് ആൾക്കാർ വരില്ല. ഡിജിറ്റലി നമ്മൾ ഒപ്പം ഉണ്ടാവും. അത് പലപ്പോഴും ഫലപ്രദമല്ല. അതുപോലെ തന്നെ ഈ ഇന്നത്തെ മാറി വരുന്ന ലോകത്ത് ഇപ്പം വെള്ളിയോടൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ഇപ്പം എഴുത്തിലായിരുന്നാലും ജീവിതത്തിലായിരുന്നാലും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വെള്ളിയോടൻ ഒരു വീഴ്ച വന്നാൽ, ഒരു എക്സാമ്പിൾ, ഒരു എക്സിനൊരു വീഴ്ച വന്നാൽ ഇവിടെ ഈ കാണുന്ന സോഷ്യൽ മീഡിയയിൽ, അതായത് ഒരു 100 ദിർഹം കടം ചോദിച്ചു, എക്സാമ്പിൾ, ഒരു ആവശ്യത്തിന് വേണ്ടി. ആ 100 ചോദിച്ചവൻ ഒരുപക്ഷെ തന്നിരിക്കില്ല, പക്ഷെ മറ്റൊരു കാര്യം അവൻ ചെയ്യും. എന്തായിരിക്കും അത്? എല്ലാവരോടും ഇങ്ങനെ എന്നോട് 100 ചോദിച്ചു എന്ന് പറഞ്ഞിങ്ങനെ പാടി നടക്കും. അതെ അല്ലേ? അതാണ് നമ്മളിപ്പോൾ ഒരാളോട് ഏറ്റവും സ്വകാര്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഇമോഷൻസ് റിവീൽ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ അത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രശ്നങ്ങൾ അവരോട് പുറത്ത് അവർ പങ്കുവെക്കുന്നതായിരിക്കും. അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്തുകൊണ്ട് അതിലൊരു ആനന്ദം കണ്ടെത്തുന്ന ഒരു വലിയൊരു സമൂഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് കുറച്ചുകൂടെ കഴിഞ്ഞ് വ്യക്തികളിൽ നിന്ന് പങ്കുവെക്കുന്നവരോട് പരസ്യമായിട്ട് പറഞ്ഞ് മറ്റുള്ളവരെ അപമാനിക്കുമ്പോൾ അത് സാഡിസത്തിൻ്റെ മറ്റൊരു രൂപമാണ്. മറ്റൊരാളെ അപമാനിച്ചിട്ടും എനിക്കൊരു രസം, അവരെ അപമാനിച്ചു, എനിക്കൊരു രസം, എനിക്ക് കിട്ടി എന്നുള്ള രീതിയിലാണ്. ഇതിൽ ഈ പലപ്പോഴും ഈ നീതിക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ വ്യക്തി ജീവിതത്തിലോട്ട് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവരെന്തുമാത്രം നീതികേടുകളാണ് മറ്റുള്ളവരോട് കാണിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പലപ്പോഴും ഉദാഹരണ സഹിതം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മളതൊന്നും പറയുന്നു, നമ്മളതിൻ്റെ പിറകെ പോകുന്ന ആളല്ല. കാരണം നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. നമുക്കതിനു വേണ്ടി നമ്മുടെ സമയം നഷ്ടപ്പെടുത്താൻ നമുക്കില്ല. നമുക്ക് നമ്മുടെ ജോലി ഒരു രാത്രി ഒരു 10 മണി വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന സമയമാണ്. അത്രയും സമയം ജോലി നീണ്ടു നിൽക്കുന്നു. അപ്പം അത് കഴിഞ്ഞ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുസ്തകങ്ങൾ വായിക്കണം. വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയതാണ് വായിക്കുക എന്നുള്ളത്. അപ്പോൾ വായനയ്ക്ക് രണ്ടുണ്ട്. ഒന്ന്, നമ്മുടെ സമകാലികരായിട്ടുള്ള എഴുത്തുകാരെ വായിച്ചുകൊണ്ടിരിക്കണം. നമുക്കാവശ്യമുള്ള പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് അതും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴേ നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി സമയം കണ്ടെത്തണം. വല്ലപ്പോഴും എഴുതണമെന്ന് തോന്നുമ്പോൾ എഴുതണം, കുടുംബത്തോടൊപ്പം ജീവിക്കണം. ഏതായാലും വെള്ളിയോടനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ ഒരുപാട് സംസാരിക്കാനുണ്ട്. തീർച്ചയായും ഇത് തുടരുകയാണ്, ഈ ചർച്ച, ഇതുപോലുള്ള സംസാരം. അപ്പം ഇത്രയും നേരം ഞങ്ങളുമായിട്ട് ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നമസ്കാരം. വീണ്ടും കാണാം.